ബി.ജെ.പിക്ക് ഭരണം പിടിക്കാനുള്ള വോട്ടർ പട്ടികയാണ് രാജ്യത്ത് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാവുകയാണ്. വോട്ടർ പട്ടികയിലെ വോട്ടിരട്ടിപ്പ് വിവാദത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ന്യായവാദം പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം. വോട്ടർ പട്ടികയിൽ വ്യാജന്മാരെ ചേർക്കുന്ന തട്ടിപ്പ് മൂടിവെക്കാനുള്ള ഒരു നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിലൂടെ പുറത്തായത് എന്ന് പ്രതിപക്ഷം കണ്ടെത്തിയിരിക്കുകയാണ്. അവർ അത് പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ നിരവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തത് തൃണമൂൽ കോൺഗ്രസ് ആദ്യമായി കണ്ടുപിടിച്ചതോടെ പണി പാളിപ്പോയി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമായി. മാത്രമല്ല, പ്രതിപക്ഷത്തെ ഭയന്നു തുടങ്ങി കമ്മീഷൻ തന്നെ. അതിന് പിന്നാലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉരുണ്ടുകളി തുടങ്ങിയതും വിശദീകരണവുമായി രംഗത്ത് വന്നതും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരേ എപ്പിക് നമ്പറിൽ നിരവധി വോട്ടർമാരെ ചേർത്തത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പുറത്തു കൊണ്ടുവന്നത്. ആ പുറത്തു കൊണ്ടുവന്നപ്പോൾ വിരളി പൂണ്ട കമ്മീഷൻ പറഞ്ഞത് ഒരേ എപ്പിക് നമ്പറിൽ പല വോട്ടർമാരുണ്ടാകാമെങ്കിലും അവർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായിരിക്കും എന്നുള്ളതാണ്. നല്ല കള്ളന്യായമായിരുന്നു. കമ്മീഷന്റെ ഈ പ്രസ്താവന തന്നെ ഉരുണ്ടുകളിയാണ് പ്രകടമാക്കിയത്. എന്നാൽ വ്യത്യസ്ത വോട്ടർമാർക്ക് ഒരേ തിരിച്ചറിയൽ അഥവാ ഒരേ എപ്പിക് നമ്പർ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന കമ്മീഷന്റെ വാദം പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ഇന്ത്യയിലെ ഓരോ വോട്ടർമാർക്കും എപ്പിക് നമ്പർ എന്നേക്കുമുള്ളതായതിനാൽ ഒരാളുടെ നമ്പർ മറ്റൊരാൾക്ക് നൽകാത്ത തരത്തിലാണ് ആ സോഫ്റ്റ്വെയറിൽ തന്നെ ക്രമീകരിച്ചതെന്ന് കമ്മീഷൻ ചട്ടം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഓരോ വോട്ടർമാർക്കും എപ്പിക് നൽകുന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പ് കൈപ്പുസ്തകത്തിലുണ്ട് എന്നും പ്രതിപക്ഷം ശക്തമായി പറഞ്ഞു കൊടുക്കുകയും ആ കള്ളം നടിക്കുന്ന കമ്മീഷനെ അത് ബോധ്യമാവുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കമ്മീഷന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഈ വിശദീകരണമെന്നും വ്യത്യസ്ത വാഹനങ്ങൾക്ക് ഒരേ രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നത് പോലെ തന്നെ വിചിത്രമാണ് ഈ വ്യത്യസ്ത വോട്ടർമാർക്ക് ഒരേ വോട്ടർ ഐ ഡി നൽകുന്നതെന്നും തെരഞ്ഞെടുപ്പ് ക്രമക്കേട് പരിശോധിക്കുന്ന പ്രസ്താവനയിൽ ഇവർ ചൂണ്ടിക്കാട്ടി. ആയിരക്കണക്കിന് വോട്ടർമാരെ പല മണ്ഡലങ്ങളിലും കൂട്ടിച്ചേർത്തതും ഒരേ കെട്ടിടത്തിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് വോട്ടർമാരെ ചേർത്തതും മഹാരാഷ്ട്രയിൽ നടന്നതിന്റെ പച്ച യാഥാർത്ഥ്യങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ലോകസഭയിലാണ്. അത് നമ്മൾ കണ്ടു. ആ ചൂണ്ടിക്കാട്ടിയത് അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഈ ഇരട്ട നമ്പർ എന്നത് വ്യക്തമായി കഴിഞ്ഞു. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ചേർത്ത് ബി.ജെ.പിക്കെതിരെ വീഴാവുന്ന വോട്ടുകൾ തടയുകയാണ് ലക്ഷ്യമെന്ന് തൃണമൂൽ കോൺഗ്രസ് തന്നെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്ന് വളരെ വ്യക്തമാണ്. കമ്മീഷൻ പറഞ്ഞത് കളവാണെന്ന് കോൺഗ്രസും കണ്ടെത്തിയിരിക്കുന്നു. വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത വോട്ടർമാർക്കാണ് ഒരേ തിരിച്ചറിയൽ കാർഡ് അഥവാ എപ്പിക് നമ്പർ നൽകിയത് എന്ന് കമ്മീഷൻ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് കോൺഗ്രസും വ്യക്തമാക്കി കഴിഞ്ഞു. ഒരേ സംസ്ഥാനത്തും ഒരേ നിയമസഭാ മണ്ഡലത്തിലും ഒരേ എപ്പിക് നമ്പറിൽ വ്യത്യസ്ത വോട്ടർമാരെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ കമ്മീഷൻ നിശബ്ദമായത് വലിയ നിഗൂഢതയാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ജയിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്നും ഇതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിനായി സുപ്രീം കോടതി വിധി അട്ടിമറിച്ചതെന്നും കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി വ്യക്തമാക്കുന്നു. അജയ് മാക്കൻ, ദിഗ്വിജയ് സിംഗ്, അഭിഷേക് മനു സിംഗ്വി, പ്രവീൺ ചക്രവർത്തി, പവൻ ഖേര, ഗുർദീപ് സിംഗ് സപ്പൽ, നീൻ റാവത്ത്, വംശി ചന്ദ് റെഡ്ഡി എന്നിവരടങ്ങുന്നതാണ് ഈ സമിതി. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതിന് കൂട്ടുനിൽക്കുമ്പോൾ ഇനി പോരാട്ടങ്ങളുടെ നാളുകളാണെന്ന് ഈ സമിതി വ്യക്തമാക്കി കഴിഞ്ഞു.